ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ അതിമനോഹര ഗ്രാമമായ പുള്ളിലേക്കാണ്. നമ്മൾ ഈ യാത്ര പോകുന്നത് ജൂലൈ മാസത്തിലാണ്. മൺസൂൺ സീസൺ ആയതുകൊണ്ട് തന്നെ പോകുന്ന വഴികളിലെ പാടങ്ങളെല്ലാം ഫുള്ള് വെള്ളം കയറി നിറഞ്ഞു കവിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. തൃശ്ശൂർ ടൗണിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ വാടാനപ്പള്ളി റൂട്ടിൽ സഞ്ചരിച്ചു കഴിഞ്ഞാലാണ് പുള്ള എന്ന സുന്ദരമായ ഗ്രാമത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നത്. ഈ കാണുന്നതാണ് പുള്ളിലെ മെയിൻ അട്രാക്ഷൻ സ്പോട്ടായ താമരപ്പാടം. പുള്ളിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പറ്റുന്നതും ഈ താമരപ്പാടം തന്നെയാണ്. ടോട്ടൽ 2.5 ഏക്കറിലായി താമരക്കൃഷി ചെയ്യുന്ന ഈ താമരപ്പാടം വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ മെയിൻ സ്പോട്ടാണ്. പുള്ളുപാടത്തേക്ക് പോകുന്ന വഴിയിലാണ് നമുക്ക് ഈ താമരപ്പാടം കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഇവിടുത്തെ മെയിൻ ആക്ടിവിറ്റീസായി വരുന്നത് വഞ്ചിയും കയാക്കിങ്ങും കൊട്ടവഞ്ചിയുമാണ്. രാവിലെ 6:30 മുതൽ വൈകിട്ട് 6:30 വരെ ഈ ആക്ടിവിറ്റീസ് എല്ലാം ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഇവിടെ വരാൻ പ്ലാൻ ചെയ്യുന്നവർ രാവിലെ വരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് കൂടുതൽ ഫ്രഷ്നെസ്സിലും ഭംഗിയിലൊക്കെ താമരപ്പൂക്കൾ കാണാൻ സാധിക്കുന്നതായിരിക്കും. എല്ലാ സീസണിലും ഡിഫറെൻറ്റ് വൈബാണ് ഈ ഒരു താമരപ്പാടത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാലും ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയാണ് സീസൺ ടൈമായിട്ട് പറയുന്നത് കേട്ടോ. അങ്ങനെ താമരപ്പാടം കണ്ടതിന് ശേഷം നമ്മൾ പോകുന്നത് പുള്ളുപാടത്തേക്കാണ്. പോകുന്ന വഴിയിലെ പുള്ളുപാടത്തെ നല്ലൊരു ഫുഡ് സ്പോട്ടാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. നമ്മളങ്ങനെ പുള്ളിലെ വാട്ടർ ആക്ടിവിറ്റീസ് എല്ലാം നടക്കുന്ന സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടുത്തെ മെയിൻ ആക്ടിവിറ്റീസായി വരുന്നത് കുട്ടവഞ്ചി, പെഡൽ ബോട്ടിംഗ്, കയാക്കിംഗ് എന്നിവയാണ്. കുട്ടവഞ്ചി ഒരു ട്രിപ്പിന് 300 രൂപയാണ്, പെഡൽ ബോട്ട് 200 രൂപയാണ്, കയാക്കിംഗ് പെർ ഹെഡ് 100 രൂപയാണ് കേട്ടോ വരുന്നത്. പെഡൽ ബോട്ടിൽ 4 പേർക്ക് യാത്ര ചെയ്യാം. കൊട്ടവഞ്ചിയിലും 4 പേർക്ക് യാത്ര ചെയ്യാം. പിന്നെ 3 കുട്ടികളും ഒരു അച്ഛനും അമ്മയും പോകാനുള്ള ഓപ്ഷനും ഉണ്ട്. കയാക്കിംഗ് 2 പേർക്കാണ് യാത്ര ചെയ്യാൻ കഴിയുന്നത്. കുട്ടവഞ്ചിയാണ് ഇവിടുത്തെ ട്രെൻഡിങ് ആക്ടിവിറ്റിയായി വരുന്നത്. അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് കൊട്ടവഞ്ചികളും പെഡൽ ബോട്ടുകളൊക്കെ. നമ്മളിവിടെ വന്നത് മഴക്കാലം ആയതുകൊണ്ടും സമയം ഉച്ച ആയതുകൊണ്ടുമാണ് ഇവിടെ ആളുകളൊന്നും കാണാത്തത്. ആ കാണുന്നതാണ് പുള്ളിലെ ഐക്കോണിക് സ്പോട്ടായ ഓവർ ബ്രിഡ്ജ് ഏരിയ. അവിടെ നിന്ന് നോക്കിയാൽ ഈ വാട്ടർ ആക്ടിവിറ്റീസും വ്യൂവും ഒക്കെ നല്ല രീതിയിൽ കാണാനും ആസ്വദിക്കാനും ഒക്കെ സാധിക്കുമേ. ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർ ഈവനിങ് ടൈമിൽ വരുന്നതായിരിക്കും കേട്ടോ ബെറ്റർ ഓപ്ഷൻ. ബിക്കോസ് ഇവിടുത്തെ ഈവനിങ് വൈബ് പറഞ്ഞറിയിക്കാൻ കഴിയില്ല, അത്രയ്ക്ക് അടിപൊളിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഓവർ ബ്രിഡ്ജിൽ നിന്നുകൊണ്ട് ഈ വ്യൂ ഫുള്ളായി കാണുന്നത് വളരെ സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. വളരെ മനോഹരമായ കോൽപ്പാടങ്ങളും ദേശാടന പക്ഷികളും പ്രകൃതി ഭംഗിയും കൊണ്ട് ശ്രദ്ധേയമായ ഈ പുള്ളുപാടം പ്രശസ്തമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. കാർഷിക ആവശ്യങ്ങൾക്കായി ചിമ്മിനി ഡാമിൽ നിന്നുമാണ് ഇവിടേക്ക് വെള്ളം വരുന്നത്. എല്ലാ സമയത്തും ഇവിടെ വെള്ളം ഉണ്ടാവും. അത് ഓരോ സീസൺ അനുസരിച്ച് കൂടിയും കുറഞ്ഞും ഇരിക്കുന്നതായിരിക്കും. പുള്ളുപാടത്തേക്ക് വന്നാൽ നമ്മുടെ കാർഷിക സംസ്കാരത്തിൻ്റെ മനോഹാരിത എക്സ്ട്രീം ലെവലിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. മനോഹരമായ ഈ ഭൂപ്രകൃതിയും ചുറ്റുമുള്ള ഈ ഗ്രീനറിയും കൂടാതെ ഫിഷിംഗ് സ്പോട്ടുകളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഒരുപാട് ദേശാടന പക്ഷികളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് പുള്ളുപാടശേഖരങ്ങൾ. ദേശാടന പക്ഷികളുടെ കാര്യത്തിൽ ഇന്ത്യയിൽ 3ാം സ്ഥാനവും പക്ഷി നിരീക്ഷകരുടെ ഇഷ്ട ലൊക്കേഷനും കൂടിയാണ് പുള്ള്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നവർ പ്രകൃതിയെ നശിപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കൂടാതെ ഒരുപാട് നാടൻ തട്ടുകടകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. വൈകുന്നേരങ്ങളിലാണ് തട്ടുകടകൾ കൂടുതൽ സജീവമാകുന്നത്. ഇവിടുത്തെ നാടൻ ഭക്ഷണവും പ്രകൃതിയുടെ ഈ മനോഹാരിതയും എന്നു തുടങ്ങി എല്ലാ തരത്തിലും ഗ്രാമീണത നിറഞ്ഞ ഒരു സ്ഥലമാണ് തൃശ്ശൂരിലെ ഈ പുള്ള്. വൺ ഓഫ് ദ ബെസ്റ്റ് ക്ലാസിക് പ്ലേസ് ഇൻ തൃശ്ശൂർ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് പുള്ളിലെ കാഴ്ചകൾ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.